ഹായ് ഹലോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. ദാൽ കറി എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് പരിപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പ് നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ 4 ചെറിയ ഉള്ളിയും 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ ടൊമാറ്റോ ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്തിടും. പിന്നീട് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. പുളി ഒരു കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ, ഞാനിവിടെ 4 വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ പരിപ്പ് നല്ലതുപോലെ കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇവിടെ ഏകദേശം 4 വിസിലായിട്ടുണ്ട്. പ്രഷറൊക്കെ സെറ്റിലായതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇതേപോലെ പരിപ്പ് നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറും കൂടി കിട്ടും. ഇത് ചപ്പാത്തിക്ക് വളരെ നല്ലൊരു കറിയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് ചപ്പാത്തിയുടെ കൂട്ടി കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.